ഹലോ ഫ്രണ്ട്സ്, ഹോണ്ട ഡിയോ ഫുൾ പണിക്ക് വന്നതാണ്. ഫ്രണ്ടിലെ ഷോക്ക് അബ്സർ പോയി കിടക്കുക. കണ്ടില്ലേ, ഷോക്ക് അബ്സർ അത്രയും ശരി കണ്ട. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഷോക്ക് അബ്സർ പോയി എന്നാണ് എൻ്റെ അർത്ഥം. ഷോക്ക് അബ്സർ രണ്ടെണ്ണം മാറുക. അതിൻ്റെ ബുഷ് കോൺസെറ്റൊന്നും മാറുന്നില്ല. കോൺസെറ്റൊക്കെ കുഴപ്പമൊന്നുമില്ല. കോൺസെറ്റൊക്കെ മുറിക്കാതെ. പിന്നെ കേബിളുകൾ, ഫ്രണ്ട് ബ്രേക്ക് മാറണം. ഫ്രണ്ട് ബ്രേക്ക് മാറുന്നുണ്ട്. ആക്സിലേറ്റർ കേബിള് മാറുക. പിന്നെ കോമ്പി റിയർ മാറുന്നില്ല. കോമ്പി ബ്രേക്ക് ഊരിട്ടേക്കുക, അത് ജാമാണ്. കോമ്പി ബ്രേക്ക് ജാമായി കഴിഞ്ഞാൽ തന്നെ ബാക്ക് ബ്രേക്ക് റിട്ടേൺ പോകത്തില്ല. കുഴപ്പം കോമ്പി ആയിരിക്കും, അത് ബാക്ക് റിയറിനെ ബാധിക്കും. അപ്പോൾ അത് ഊരി ഇട്ടപ്പോൾ നല്ല ഫ്രീ ആകും. ആദ്യത്തെ ഫ്രീ ആയിട്ട് പോകത്തില്ലായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെയൊക്കെ ആട്ടം മാറ്റണം. പിന്നെ ഗിയർ ബോക്സ് ബെയറിങ് പോയി കിടക്കുമായിരുന്നു, അത് മാറി. അതിൻ്റെ അഴുക്കായി കാണുന്നത് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്, സീല് ഇതെല്ലാം മാറിയിട്ടുണ്ട്. ക്ലച്ചിൻ്റെ യു ബുഷ് ബെൽറ്റ് കുഴപ്പമില്ല. ഇളക്കിയ സ്ഥിതിക്ക് യു ബുഷൊക്കെ പോയി കിടക്കുമായിരുന്നു, ആ യു ബുഷ് മാറി നടക്കുന്നത് പഴയത്. പിന്നെ ബാക്ക് ഷോക്ക് അബ്സർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്ക് ഷോക്ക് അബ്സർ മാറുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറി. എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. ഇതാണ് പഴയ കിടന്നത്, മൊത്തം പോയി കിടന്നത്. പിന്നെ ഡിയോ വണ്ടിയാണത്. പൊല്യൂഷൻ ഫിൽറ്റർ പോയി, അത് മാറി. ഇഞ്ചിൻ ഓയിൽ മാറണം, അത് മാറിയില്ല. കാർബോട്ട് ക്ലീൻ ചെയ്യണം, അത് നാളെ ചെയ്തോളൂ. പ്ലഗ് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതൊന്ന് വെൽഡ് ചെയ്യണം. ഇത് ഒടിഞ്ഞു പോയതാണ്. ഇത് സൈഡ് ഇടിച്ച വണ്ടിയാണ്. അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ പൊട്ടിപ്പോയി. പ്ലാറ്റ്ഫോം പൊട്ടിപ്പോയി. ഈ സൈഡിലെ പീസ് പൊട്ടിപ്പോയി. ഇവിടെ ഇടി മേടിച്ചത്. പ്ലാറ്റ്ഫോം മേടിച്ച് വെച്ചേക്കുക. നാളെ ഈ പ്ലാറ്റ്ഫോമായിട്ട് പോയിട്ട് വേണം അത് വെൽഡ് ചെയ്യാൻ. അല്ലെങ്കിൽ വെൽഡിങ് മാറിപ്പോവും. അത് സെറ്റ് ചെയ്യുന്നത് ഹോൾ വ്യത്യാസമായിപ്പോവും. സൈഡ് പാനൽ റൈറ്റ്, ഇതെൻ്റെ ബാക്ക് പീസാണ്. കമ്പി ചെറിയ ചളക്കൊണ്ട് നൂത്തെടുക്കണം. നോക്കാം, നമുക്ക് അതെങ്ങനെ നോക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൻ്റെ സൈഡ് പാനലതാ പൊട്ടിപ്പോയത്. എൻ്റെ വെൽഡ് ചെയ്യാനുള്ള പീസ് ഇതാ. ഇവിടെയാണ് ഇടി മേടിച്ചത്. അപ്പോൾ നാളെ നമുക്ക് വെൽഡ് ചെയ്യണം. ഫുൾ സ്റ്റെക്കപ്പ് നമ്മളെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ഉണ്ടല്ലേ, ഇത് ഇവിടെ വെച്ച് വണ്ടിയാണ്. ഇടി മേടിച്ചത് ഇവിടെയാണ് കൊണ്ട് തട്ടി കഴുകിയത് അടത്. ഇവിടുത്തെ ബോഡി പീസ് തന്നെ ഇവിടെ. ആ സൈഡ് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. ഈ പീസും ഇവിടുത്തെ പീസും പോയി. അപ്പോൾ ഇത് രാവിലെ ഇതെല്ലാം ബാക്കി പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഡേത്തിൽ കൊണ്ടുപോയി ആ ഭാഗം ക്ലിയർ ചെയ്യണം. ഇതാണ് നമ്മൾ പണി. പിന്നെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. കേബിൾ മാറണം. ഇത് ഓട്ടിച്ച് ഫുൾ ചെക്കപ്പ് വേറെ എന്തൊക്കെ ഉണ്ട്, നിലവിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണാം.